ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, അപ്പോൾ മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി എക്സ്പെരിമെന്റിൽ തന്നെ ചെയ്തായിരുന്നു, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇത് ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ട്രാൻസ്പോസ് എങ്ങനെയാണ് കിട്ടുന്നത്? സേ 1 2 3 4 5 6 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടി റോയും കോളവും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ എന്ന് പറയുന്നതാണ് നമ്മുടെ റോ എന്ന് പറയുന്നത്. ഓക്കെ, 1 2 3 റോയിനെ കോളമായിട്ട് എഴുതുക. സോ 4 5 6. അപ്പോൾ ഇതാണ് എൻ്റെ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇത് എ ആണ് എന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? എ ട്രാൻസ്പോസ് ആയിരിക്കും. റോയും കോളവും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എ ട്രാൻസ്പോസ് കിട്ടും. അപ്പോൾ ഈ പ്രോഗ്രാം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു ക്ലാസ് എടുക്കുന്നു, ക്ലാസ് ടെസ്റ്റ്. അതിന് ഒരു പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഫംഗ്ഷൻ എഴുതുന്നു. സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ഓർഗ്. ദെൻ ഞാൻ ആദ്യം എന്താണ് വേണ്ടത്? എനിക്ക് ആ മെട്രിക്സിന്റെ ഓർഡർ വേണം. സോ ഒരു സ്കാനർ ക്ലാസ് ഞാൻ മേടിക്കുകയാണ്. സ്കാനർ SC is equal to ന്യൂ സ്കാനർ ഓഫ് system.in. system.in എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്, അതായത് കീബോർഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. system.out.print എന്താ ഞാൻ ചോദിക്കുന്നത്? സേ എൻ്റർ ദി ഓർഡർ ഓഫ് മെട്രിക്സ്. എൻ്റർ ദി ഓർഡർ ഓഫ് മെട്രിക്സ്. ഓർഡർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാണും? റോയും കാണും, കോളവും കാണും. അപ്പോൾ ഞാനത് രണ്ടെണ്ണം മേടിക്കണം. സോ ഇൻറ്റ് എം എന്ന് പറയുന്നത് ഞാൻ കോളമായിട്ട് വഹിക്കുന്നത്. SC ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇൻറ്റിജർ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ SC ഡോട്ട് നെക്സ്റ്റ് ലൈൻ യൂസ് ചെയ്യണം. നെക്സ്റ്റ് ലൈൻ എന്തിനാണ്? നമ്മൾ എൻ്റർ കീ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആണ്, അത് ഇൻറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് അക്സെപ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെക്സ്റ്റ് ലൈൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻറ്റ് എം ഇസ് ഈക്വൽ ടു SC ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു 10 എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യും. ആ എൻ്റർ കീ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ് SC ഡോട്ട് നെക്സ്റ്റ് ലൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വാങ്ങിച്ചു? ഓർഡർ ഓഫ് ദി മെട്രിക്സ് മേടിച്ചു. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് മെട്രിക്സ് വേണം. സോ ആ മെട്രിക്സിനെ ഞാൻ A എന്ന് പറഞ്ഞ് ഞാൻ പറയാണ്. ആൻഡ് വിച്ച് ഈസ് ഓഫ് ഓർഡർ എങ്ങനെ പറയും? ന്യൂ ഇൻറ്റ് ഏതൊക്കെയാണ്? M ഇൻറ്റു N ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, M ഇൻറ്റു N ആണ് വേണ്ടത്. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ആ മെട്രിക്സിനെ എൻ്റർ ദി എലമെന്റ്സ്. പ്രിന്റ് എൻ്റർ ദി എലമെന്റ്. പ്രിന്റ് ln എൻ്റർ ദി എലമെന്റ്സ്. സോ എലമെന്റ്സ് വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് എത്ര ഫോർ ലൂപ്പ് വേണം? 2 ഫോർ ലൂപ്പ് വേണം, ഒന്ന് റോയ്ക്കും ഒന്ന് കോളത്തിനും വേണ്ടി. സോ നമുക്ക് എന്ത് പറയാം? എൻ്റർ ദി എലമെന്റ്സ് ഞാൻ മേടിക്കുകയാണ്. ഫോർ I is equal to int I is equal to 0, I less than m, I plus plus. Then for int j is equal to 0, j less than n, j plus plus. അപ്പോൾ a of I ലേക്ക് നമുക്ക് വാല്യൂ വാങ്ങിക്കാനാണ്. ദാറ്റ് ഈസ് a of ij is equal to SC ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. ഒരു ഇൻറ്റിജർ അറേ ആയതുകൊണ്ട് ഇൻറ്റ് ആണ് ഞാൻ വിളിക്കുന്നത്. ദെൻ SC ഡോട്ട് നെക്സ്റ്റ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി ഞാൻ തന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ ഈ 2 ഫോർ ലൂപ്പ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കഴിയും? നമ്മൾ എലമെന്റ് മേടിച്ചു കഴിഞ്ഞു. ഇനി ആ എലമെന്റിനെ നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഒറിജിനൽ മെട്രിക്സ് ആണ്, ട്രാൻസ്പോസ് അല്ല. നമ്മൾ ഒറിജിനൽ മെട്രിക്സിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. സോ മെട്രിക്സ് A എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. മെട്രിക്സ് A ഈസ് ഈക്വൽ ടു മെട്രിക്സ് A എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ln A of ij അതിനുശേഷം ഒരു സ്പേസ് ഇടാം, അല്ലെങ്കിൽ ഒരു ടാബ് ഇടാം. ഓക്കെ,
ഒരു ടാബ്. അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു റോ ഫുള്ളായിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഒരു റോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റോയ്ക്ക് എന്ത് വേണം? നെക്സ്റ്റ് ലൈനിലാണ് വരേണ്ടത്. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ln ഇവിടെ യൂസ് ചെയ്യുന്നു. ഇവിടെ പ്രിന്റ് യൂസ് ചെയ്താൽ മതി, കാരണം നമുക്ക് ഒരു റോയിൽ തന്നെയാണ് എല്ലാ എലമെന്റ്സും വേണ്ടത്. 2 എലമെന്റ്സ് തമ്മിൽ ഒരു സ്പേസ് മാത്രം മതി. അതിനുവേണ്ടിയാണ് ടാബ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് മെട്രിക്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ്. ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഞാൻ എന്ത് പറഞ്ഞു? ട്രാൻസ്പോസ് എന്ന് പറയുന്നത് റോയും കോളവും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു നേരത്തെ കൊണ്ടിരുന്നത്? ജെ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? കോളത്തിന് വേണ്ടി. ഇതെന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് റോയ്ക്ക് വേണ്ടി. അത് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക. സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക? റോ പറയുക. റോ എത്ര വരെ ഉണ്ട്? n വരെ പോകണം. സോ ആദ്യത്തെ ലൂപ്പ് എന്ത് ചെയ്യുക? കോളത്തിനെ സ്പെസിഫൈ ചെയ്യുക. ദെൻ അടുത്ത ലൂപ്പ് എന്ന് പറയുന്നത് റോയിനെ സ്പെസിഫൈ ചെയ്യുക. അത് ഇവിടം വരെ ഉണ്ട്, m വരെ ഉണ്ട്, ഹൈപ്പർ സ്പേസ്. അപ്പോൾ ആകെ ഞാൻ എന്ത് മാത്രമേ മാറ്റിയിട്ടുള്ളൂ? ഐയും ജെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഫസ്റ്റ് ഞാൻ ജെ ലൂപ്പാക്കി, പിന്നെ ഐ ലൂപ്പാക്കി. അത്ര മാത്രം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എനിക്ക് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് കിട്ടും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുറേ എറേഴ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് എറേഴ്സ്? ഐ ലെസ് ദാൻ എം എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ ഇട്ടിട്ടില്ല. ഐ ലെസ് ദാൻ എം ആയിരുന്നു, അത് ഞാൻ ഇട്ടിട്ടില്ല. വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഓക്കെ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സ്കാനർ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഇമ്പോർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇമ്പോർട്ട് എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്കാനർ എന്ന് പറയുന്ന കാര്യം വേണം. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. എറേഴ്സ് എല്ലാം മാറിയോന്ന്. സ്കാനർ വീണ്ടും ഒരു എറർ കാണിക്കുന്നല്ലോ. യൂട്ടിൽ ഡോട്ട് ജാവ ഡോട്ട് കുഡിൻ ഫൈൻ. സ്കാനറിന് 2 എണ്ണേ ഉള്ളൂ, ഞാൻ 3 എണ്ണം കൊടുത്തു. ശരി, ദെൻ സ്ട്രിങ് കഴിഞ്ഞിട്ട് എ വരുന്നു. ഓക്കെ, അതും ഞാൻ മാറ്റി. അപ്പോൾ എറേഴ്സ് എല്ലാം മാറിയിരിക്കുകയാണ്. നമുക്ക് ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2/3 മെട്രിക്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 2/3 മെട്രിക്സ്. അപ്പോൾ 1 2 3 4 5 6. അപ്പോൾ എനിക്ക് ഒരു 2/3 മെട്രിക്സ് വന്നു. അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1 2 3 4 5 6. ദാറ്റ് ഈസ് ഈ റോയിനെ ഞാൻ കോളമാക്കി എഴുതി. അപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ പ്രോഗ്രാം ടു ഫൈൻഡ് ദി ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു.